ഹേയ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നമ്മൾ പലതരത്തിലുള്ള സ്ക്രിബ്ലർസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് കളേർഡും ബ്ലാക്ക് ആൻഡ് വൈറ്റ്സും. പക്ഷേ ഇത്തവണ കുറച്ച് സിമ്പിൾ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഡോട്ട് ആർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഡോട്ട് ആർട്ട് ക്രിയേറ്റ് ചെയ്യാനായി സ്കെച്ച് ബുക്ക് ഓപ്പൺ ചെയ്യുക. സ്കെച്ച് ബുക്ക് ഓപ്പൺ ചെയ്ത് അതിനൊരു സൈസ് കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പോർട്രേറ്റ് സൈസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് അതിലേക്ക് ഇമ്പോർട്ട് ഇമേജ് കൊടുത്ത് ഒരു ഫോട്ടോ, നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. ഫോട്ടോ ഇതിലേക്ക് ആഡ് ആയതിനു ശേഷം ഫോട്ടോ ഫിൽ ചെയ്ത് വയ്ക്കാതെ കുറച്ച് സെൻട്രലായി സെറ്റ് ചെയ്യുക. ഫോട്ടോ അങ്ങനെ കറക്റ്റ് സൈസിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാനുള്ളത് ഒരു പുതിയ ലെയറാണ്. ആ പുതിയ ലെയർ എടുക്കുന്നത് നമുക്കിനി ഫേസിൽ നിന്നും അതുപോലെ ഡ്രസ്സിൽ നിന്നും ക്യാപ്പിൽ നിന്നും ഒക്കെ കളർ പിക്ക് ചെയ്യാനുണ്ട്. ഇനി നേരെ ബ്രഷിൻ്റെ സെക്ഷനിലേക്ക് വരിക. അതിൽ സ്പ്ലാറ്റർ എന്ന് പറയുന്ന ബ്രഷിൻ്റെ സെക്ഷൻ ഉണ്ട്. അതിൽ ഡോട്ട് 3 എന്ന് പറഞ്ഞൊരു ബ്രഷ് കാണും. അതാണ് നമ്മളിവിടെ ഡോട്ട് ആർട്ടിനായി യൂസ് ചെയ്യുന്നത്. ഇനി ചെയ്യുന്നത് പാലറ്റിനായി നമ്മൾ നേരത്തെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാലറ്റിനായി പിക്കർ യൂസ് ചെയ്തുകൊണ്ട് ഫേസിലെ ബേസ് കളറുകൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡോട്ട് 3 എന്ന് പറഞ്ഞ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറവാണ്, അത് ഞാൻ ഫുള്ളായി കൂട്ടി കൊടുക്കുകയാണ്. അത് ഫ്ലോ വിത്ത് ഹെവി പ്രഷറും ഫ്ലോ വിത്ത് ലൈറ്റ് പ്രഷറും കൂട്ടി കൊടുക്കുക. അത് ഫുള്ളി 100 ആക്കി കൊടുക്കും. ഇനി നേരത്തെ പിക്ക് ചെയ്ത ആ ഒരു ഫേസിലെ ബേസ് കളർ സൈഡിലായി സെറ്റ് ചെയ്യുക. ഇനി ഡാർക്ക് ടൂൺ പിക്ക് ചെയ്തു, നേരത്തെ കൊടുത്തതുപോലെ അതും അവിടെ സെറ്റ് ചെയ്തു. ഇനി അടുത്തതായി ലിപ്സിൻ്റെ കളർ പിക്ക് ചെയ്യുകയാണ്. അതും സെലക്ട് ചെയ്യുക പിക്കർ ഉപയോഗിച്ചിട്ട്, അതും സൈഡിലായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ക്യാപ്പിലെ ബേസ് കളറാണ് എടുക്കുന്നത്. അതും എടുത്തു, അതും താഴെയായി കൊടുത്തു. ഇനി അടുത്തത് ക്യാപ്പിലെ ആ ഒരു ലൈൻ, അതിൻ്റെയും കളർ പിക്ക് ചെയ്തു, അതും ആഡ് ചെയ്തു. ഇനി അടുത്തത് ഹാൻഡിലെ ഒരു ഹൈലൈറ്റിംഗ് ഭാഗമാണ് എടുക്കുന്നത്. അത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത ബേസ് കളറിൻ്റെ അരിയത്തായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിലെ കളറും അതുപോലെ പിക്ക് ചെയ്തെടുത്തു, അതും താഴെയായി കൊടുത്തിട്ടുണ്ട്. ഇനി ടൈയിലെ കളറും എടുത്തിട്ടുണ്ട്, അതും അവിടെ സെറ്റ് ചെയ്തു. നമ്മുടെ മെയിനായിട്ടുള്ള കളറുകൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാലറ്റുകൾ എടുത്തതിന് ശേഷം പുതുതായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ആ ലെയർ നമ്മൾ നേരത്തെ പാലറ്റ് സെറ്റ് ചെയ്ത അതിൻ്റെ താഴെയാക്കി വയ്ക്കുക. ഇനിയാണ് നമ്മുടെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ നേരത്തെ പിക്ക് ചെയ്ത് വെച്ച ക്യാപ്പിൻ്റെ കളറാണ് ആദ്യം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരെ ബ്രഷിലേക്ക് വന്നു, ബ്രഷിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈസ് സ്ക്രീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ എടുത്ത ബേസ് കളറിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത്, ഇവിടെ ഓരോ ഡോട്ടായിട്ടല്ല ഇടുന്നത്. ഈ ഡോട്ടഡ് 3 എന്ന് പറയുന്ന ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് സ്ക്രിബിൾ ചെയ്യുന്നത് പോലെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ സ്ക്രിബിൾ ചെയ്യുന്നത് ആ ഒരു ലൈൻ ഇങ്ങനെ കുറച്ച് ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ആദ്യത്തെ പിക്ചറിനനുസരിച്ചിട്ടുള്ള ലൈറ്റിങ്ങിന് കൊടുത്തത് 75% ആയിരുന്നു. ഇനി രണ്ടാമത്തത് 39%ലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ബാക്ക് സൈഡിലെ ലൈറ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഷെയ്ഡിങ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു 39% കൊടുത്തിട്ടുള്ള ആ ഒരു ഡാർക്ക് ഏരിയ കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഹൈലൈറ്റ് കൊടുക്കുക എന്നാണ്. ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് ഞാനതിൻ്റെ കളറൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി 72% ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു ഹൈലൈറ്റാണ് ഇവിടെ ആഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഹൈലൈറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കാണാം. അങ്ങനെ ക്യാപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യുന്നത് പുതിയ ലെയർ എടുക്കുക. അതിപ്പോൾ ഞാൻ ക്യാപ്പിൻ്റെ താഴേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലെയർ എടുക്കാം എടുക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഡോട്ട് ആർട്ടിനൊന്നും ലെയറിൻ്റെ ആവശ്യമില്ല.
ഞാനിനി ബേസ് കളർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസിലെ കളർ ആഡ് ചെയ്യുന്നതാണ്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്ക്രിബിൾ ആർട്ടായാലും ഡോട്ട് ആർട്ടായാലും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ വരുന്നത് അതിൻ്റെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് വരുമ്പോഴാണ്. എന്നാൽ അതിനെ ഒന്ന് ഭംഗി ചെയ്യുകയുള്ളൂ. ആ ഒരു പിക്ചറിനെ കുറച്ച് ഭംഗിയായിട്ട് ആ ഒരു ആർട്ടിനെ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫേസിലെ ഡാർക്കിനനുസരിച്ചിട്ട് കൊടുക്കുന്നു അത്രത്തോളം ഭംഗിയായിരിക്കും ആ ഒരു ഡ്രോ ചെയ്ത ആ ഒരു ഫോട്ടോയും. ഇനി അങ്ങോട്ട് ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഈ സെയിം പ്രോസസ്സായിരിക്കും. ആദ്യം ഇങ്ങനെ ബേസായിട്ട് ഒരു ഒപ്പാസിറ്റി ഒരു 75, 72 ഒക്കെ എടുത്തിട്ടാണ് ആദ്യം കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് ഒപ്പാസിറ്റി കുറച്ചിട്ട് ഒരു 25 ഒക്കെ എടുത്തിട്ട് ഡാർക്കായിട്ടുള്ള ഏരിയ ആണോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യും. ഇനി മൂന്നാമത്തത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അവിടേക്ക് വീണ്ടും ഒരു 70, 80 ഒക്കെ % ആഡ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഹൈലൈറ്റിങ് പൊസിഷൻ കൊടുക്കുന്നതാണ്. ഇനി ചെയ്യുന്ന മുഴുവൻ ഈ സെയിം പ്രോസസ്സിലായിരിക്കും. അപ്പം ഫേസിൽ ഡാർക്ക് ഷെയ്ഡുള്ള ഭാഗത്ത് ഡാർക്ക് ഒപ്പാസിറ്റി കുറക്കും, വളരെ കുറച്ചിട്ട് ആഡ് ചെയ്യും. ഇനി ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് അങ്ങനെ കൊടുക്കും. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടാണ് പോവുക. ഇനി ചെയ്യുന്നത് നേരത്തെ നമ്മൾ ലിപ്പിൻ്റെ കളർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ലിപ്പിലെ കളറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയായിരിക്കും ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള അളവിലുള്ള ആ ഒരു ഡോട്ടുകൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു ലിപ്പിന് ഇത്ര ഡാർക്ക് വേണം, ഇത്ര ലൈറ്റ് വേണം എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുമല്ലോ ആ ഒരു ഫോട്ടോ നോക്കി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളർ അതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് മെയിൻ പ്രോസസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് ആയിട്ടുള്ളത് എടുത്തിട്ട് അതിന് കുറച്ച് ഒപ്പാസിറ്റി കുറയ്ക്കുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ ഒന്ന് ഡാർക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഒപ്പാസിറ്റി വീണ്ടും കുറച്ചിട്ട്. ഇനി ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ ലിപ്സിനൊക്കെ ഈ ഒരു കളർ തന്നെ ഒപ്പാസിറ്റി ഫുള്ള് കൂട്ടി വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് വരുമ്പോൾ മാത്രമേ ഹൈലൈറ്റിങ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ അതിന് കുറച്ച് മേലോട്ടേക്ക് പൊതിച്ചാൽ കിട്ടും ആ ബേസ് കളറിൻ്റെ, എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ആ ഒരു ലിപ്പിൻ്റെ ഏരിയയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം എല്ലാം പുതിയ ലെയറിൽ തന്നെയാണ് ഡ്രോയിങ് ചെയ്യുന്നത്. ഓരോന്നായിട്ടുള്ള ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ക്യാപ്പിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ നേരത്തെ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് അതും ഇതുപോലെ ബേസ് കളറിന് ഒപ്പാസിറ്റി ഒരു 75, 78 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങൾ മാച്ച് ആകുന്ന രീതിയിൽ കൊടുക്കുക. എന്നിട്ട് അതിനെ ഹൈലൈറ്റ് പിന്നീട് ആ ഒരു കളറിൽ നിന്നും ബേസിൽ നിന്ന് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് കളർ പിക്ക് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. ഇനി അടുത്തത് ഡ്രസ്സിൻ്റെ കളർ കൊടുക്കാമെന്നാണ്. അപ്പം നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഒരു വൈറ്റ് കളർ എടുക്കുക. എന്നിട്ട്
ഞാനിപ്പോൾ ആ ഒരു വളരെ ഡാർക്കായിട്ടുള്ള ഒരു ഏരിയയാണ്, അപ്പോൾ അവിടെ നമ്മൾ ഒപ്പാസിറ്റി കുറയ്ക്കുക, എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏരിയ ഇപ്പം ഡാർക്കായിട്ട് വരുന്ന ഏരിയയിലൊക്കെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കും. അങ്ങനെ ഷർട്ടിൻ്റെ ഭാഗം ഫുള്ള് ഫില്ലായിട്ടില്ല, ഞാനിങ്ങനെ ഓരോന്നോരോന്ന് കണക്ട് ചെയ്ത് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്തത് ഹാൻഡിലൊരു ഭാഗം ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കളർ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു കളറും പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്രിബിൾ ടൈപ്പിൽ തന്നെ ഇങ്ങനെ കൊടുത്ത് പോകുക എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ബേസ് കളർ ആഡ് ചെയ്യുന്നു, ഹൈലൈറ്റ് കൊടുക്കുന്നു, ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിൽ ഒപ്പാസിറ്റി ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നു. ഈ സെയിം ആയിട്ടുള്ള പ്രോസസ്സാണ് ഇതിനടുത്തൊക്കെ ചെയ്യുന്നത്. ഇനി ഇത് കുറച്ചൊന്ന് സ്പീഡായിട്ടാണ് കാണുക. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് എൻഡിങ്ങിൽ ചെറിയൊരു എന്താ പറയുക, ഇതങ്ങനെ കറക്റ്റായിട്ട് സെൻറ്ററിൽ സെറ്റ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ എൻഡിങ് ഭാഗം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. അങ്ങനെ ഡോട്ട് ആർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ സിമ്പിൾ സ്റ്റെപ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ മുഴുവനായി കണ്ടാലേ മനസ്സിലാവും. ഇനി ഇതുവരെ ഞാൻ ചെയ്ത് വെച്ച ലെയറുകളൊക്കെ ഒന്ന് വേറെ ചെയ്ത് കൊടുക്കണം. കളർ പാലറ്റിൻ്റെ ലെയറുകൾ ഒഴികെ കളർ പാലറ്റിൻ്റെ ലെയർ മിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഡ്രോയിങ് ലെയറിൽ പ്രസ് ചെയ്യുക. അപ്പം ബ്ലൂ ടിക്ക് കാണാം. അതിനുശേഷം ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഡ്രോയിങ്ങിനെ കറക്റ്റ് സെൻട്രലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ആ 4 ഭാഗത്തും ഗ്യാപ്പ് വരുന്ന രീതിയിൽ കറക്റ്റ് സെൻട്രലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് എന്ന ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയൊരു വീഡിയോ കാണാം.